JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ടൈപ്പിസ്റ്റ് വേരിയസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 12/8/2023 നടന്ന പരീക്ഷയുടെ സാധ്യത ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങി. അപ്പോൾ 3 ജില്ലകളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിലാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചത്. ബാക്കി ജില്ലകളുടെ എല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ജില്ലകളുടെയും പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് PSCയിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും, അതായത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 53 മാർക്കാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട 56.67, അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ 53.67 ഇങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നുള്ളത്. മറ്റുള്ള ജില്ലകളുടെ എല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് കട്ട് ഓഫ് മാർക്ക് അറിയാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളൊക്കെ ഡേറ്റും സമയവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകൾ PSCയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം തയ്യാറെടുക്കേണ്ടതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഈ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് ലഭിച്ച മാർക്കിനെ കുറിച്ച് ഏകദേശ ധാരണയുണ്ടാവും. അപ്പോൾ ഇതുവരെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഷോർട്ട് ലിസ്റ്റ് വരാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ PSCയിൽ നിന്ന് OMR ഷീറ്റ് എടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പരാതിയൊക്കെ നൽകുകയൊക്കെ ചെയ്താൽ നിങ്ങളെയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും 2-3 ജില്ലകൾ മാത്രമാണ് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് മറ്റു ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിരന്തരമായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി, സാറേ എൻ്റെ ഷോർട്ട് ലിസ്റ്റ് മറ്റു ജില്ലകളുടെ വരാത്ത എന്താണ് താമസം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് വന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. ഷോർട്ട് ലിസ്റ്റ് മറ്റു ജില്ലകളുടെ എല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒരാഴ്ചക്കകം തന്നെ കംപ്ലീറ്റ് എല്ലാ ജില്ലകളുടെയും പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സമയമൊക്കെ PSCയിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ്. ആ സമയത്തിനൊക്കെ അരമണിക്കൂർ മുമ്പായിട്ട് തന്നെ കൃത്യമായിട്ട് എല്ലാവരും എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ടുള്ള മറുപടി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റിൽ എത്താൻ സാധിക്കട്ടെ. അഥവാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ സംശയമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനുള്ള തുടർ നടപടികളൊക്കെ സ്വീകരിക്കാനാണ്. OMR ഷീറ്റ് എടുക്കാനും അതിനെതിരെ പരാതി കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ ഞാൻ വേണ്ട കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ തന്ന് അതിനുവേണ്ടിയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത്, അതിനുള്ള എന്തൊക്കെയാണ്, എങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചിട്ട് ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.